മലീമസമായി പോകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഗോധ. അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിക്കണം. ഒരു നേഴ്സ് വിചാരിച്ചാൽ മാറ്റി ഒന്ന് കിടത്തിയാൽ, ബെഡൊന്ന് മാറ്റി കിടത്തിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ അത് കേവലം വലിയ ദോഷം ചെയ്യില്ല. ഇന്ന് തുണി പൊക്കി കാണിക്കുന്ന വർഗീയത. ഇത് സജി ചെറിയാന് മാത്രം പ്രശ്നമല്ല. കേരളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ബഹളത്തിലാണ്. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് ജനാധിപത്യത്തിൻ്റെ മഹോത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് സമസ്ത മനുഷ്യരും തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, രാഷ്ട്ര നിർമ്മാണത്തിൽ തങ്ങൾ പങ്കാളികളാകുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക. അപ്പോൾ അങ്ങനെ അതൊരു ആഘോഷമായി മാറുകയാണ് ചെയ്യുന്നത്. സാധാരണ അങ്ങനെയാണ് ഈ നമ്മൾ കണ്ടിട്ടുള്ള ഇലക്ഷനൊക്കെ അങ്ങനെയാണ് പുരോഗമിച്ചിട്ടുള്ളതും. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനിൽ കുറച്ചധികം വ്യത്യാസം അനുഭവപ്പെടുന്നു. അതായത് മോശപ്പെട്ട കുറച്ച് പ്രവണതകൾ കാണുന്നുണ്ട്. വർഗീയത, അതുപോലെ ലൈംഗിക ആരോപണങ്ങൾ, അതുപോലെ പണം മുക്കിയ ആരോപണങ്ങൾ, അങ്ങനെ വളരെ വളരെ മോശമായ ആരോപണം. അതായത് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാത്ത, എന്നാൽ ജനങ്ങളെ വളരെ മോശമായി ബാധിക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതേസമയം ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ, ജനങ്ങളുടെ ജീവൽഗന്ധിയായ പ്രശ്നങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ചർച്ചകളുമല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈ മലീമസമായി പോകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഗോധ എന്ന് തോന്നുന്നു. അങ്ങനെയാണോ നൗഫലിന് തോന്നുന്നത്? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഒരു ഭരണപക്ഷം പറയേണ്ടത് 10 വർഷത്തിനിടയിൽ അവരുണ്ടാക്കിയ നേട്ടങ്ങൾ എന്താണെന്നാണ്, അല്ലേ? പ്രതിപക്ഷം പറയേണ്ടത് എന്താണ് അവർ കൊണ്ടുവരാൻ പോകുന്നതാണ്, പുതിയ തലമുറക്ക്, നാടിൻ്റെ വികസനത്തിന്, പ്രവാസികൾക്ക്, വാട്ടവർ, നമ്മളെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിന് പകരം ഒരു പക്ഷേ അടിസ്ഥാനമുള്ളതോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിക്കണം. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ തവണയാണെന്ന് മാത്രം എനിക്ക് തോന്നുന്നില്ല. കാരണം സോളാർ കേസ് ഇതിൻ്റെ ഒരു തുടക്കത്തിൽ ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം സാധനം സോളാർ കേസാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ലൈംഗികാരോപണത്തിൻ്റെ അത് പൊതുഖജനാവിന് ഒരു നഷ്ടമില്ലാത്ത, അതിൽ ലൈംഗികാരോപണം മാത്രമല്ല, അതിൽ സാമ്പത്തിക ആരോപണം ഉണ്ടല്ലോ. അത് പൊതുഖജനാവിന് ഒരു രൂപ പോലും നഷ്ടം പെടാത്ത ഒരു കേസ് സ്വകാര്യ വ്യക്തികൾക്ക് മാത്രം ഉണ്ടാകുന്നത്. അത് അവർക്ക് കംപ്ലൈൻറ്റ് ഉള്ളവർ അത് കോടതി പരിഹരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് അത് കേരളത്തിലൊരു പ്രധാന പ്രശ്നമാക്കി എടുക്കുകയും അത് ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ഒരു പ്രതിപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോ അതാക്കി മാറ്റുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളന്ന് കണ്ടത്. അതിൻ്റെ കുറച്ചും കൂടി എക്സ്ട്രീമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ 2, 3, 10 കേസുകൾ ആ ലെവലിലേക്ക് കൊണ്ടുവരിക. അതിന് വലിയ രീതിയിൽ പ്രചാരണം കൊടുക്കുക, പരസ്പരം ആരോപിക്കുക. അതൊരു കൾച്ചറായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരാൻ പാടില്ല നമ്മളെപ്പോലത്തെ ഒരു രാജ്യത്ത്, നമ്മളെപ്പോലത്തെ ഒരു സംസ്ഥാനത്ത്. കാരണം നമ്മൾ പറയുകയാണ് 100% ലിറ്ററായ രാജ്യമാണ് നമ്മൾ അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ തീരെ കൾച്ചർ ഇല്ലാത്ത ആളുകളെ പോലെയാണ് നമ്മളെ പെരുമാറ്റങ്ങളും. നമ്മൾ മൊത്തത്തിൽ പൊതു ഇടങ്ങളിലൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് കൾച്ചർലെസ് ആയിട്ടുള്ള ആളുകളെ പോലെയാണ്. അതായത് ലൈംഗിക ആരോപണം എന്നതിനപ്പുറത്തേക്ക് അശ്ലീലം ആയി മാറി. അതെ, അത് നമ്മളൊന്ന് കടന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതിയൊരു കാലത്ത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ അതിപ്രസരാണ്. അതുപോലെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് മാരകമായിട്ട് തെറി വിളിക്കുക, വീട്ടിലുള്ള ആളുകളെ വിളിക്കുക. നമ്മൾ ഒരു സർഗാത്മക സംവാദമാണ് അവിടെ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ. അത് ഏത് വിഷയത്തിലാണ് ആ വിഷയത്തിൽ ആ വിഷയം നമുക്ക് അവസാനം സംസാരിക്കാം. അപ്പോൾ ഈ ലൈംഗിക ആരോപണം എന്നത് കേവലം അതിന്റെ അപ്പുറത്തേക്ക് മാറിയിട്ട്, സോളാർ കാലത്ത് അത് ലൈംഗിക ആരോപണമായിരുന്നെങ്കിൽ ഇന്ന് ലൈംഗിക സാമ്പത്തിക ആരോപണമായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് അശ്ലീലം ആരോപിക്കുക, പരസ്പരം അശ്ലീലം എന്നുള്ള അവസ്ഥയിലേക്ക് അത് മാറി. പക്ഷെ അത് കേവലം വലിയ ദോഷം ചെയ്യില്ല. അത് നമ്മുടെ ഈ അന്തരീക്ഷത്തെ മലീമസമാക്കും എന്നതപ്പുറത്തേക്ക് ദീർഘകാലത്തേക്ക് നമ്മളെ മനുഷ്യരെ വേർതിരിക്കില്ലല്ലോ. പക്ഷെ വർഗീയത ഇപ്പോ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും വർഗീയത പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം MLA തന്നെ വേണം, അല്ലെങ്കിൽ ഹിന്ദു MLA തന്നെ വേണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ MLA തന്നെ വേണം എന്ന് പറയുന്ന അവസ്ഥയിൽ വരെ അത് എത്തി നിൽക്കുന്നു. അത് നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് കേരളം, കമ്മ്യൂണൽ ഹാർമണി വലിയ നിലനിൽക്കുന്ന കേരളത്തെ അത് അതീവ ഗുരുതരമായി ബാധിക്കില്ലേ? ഈ കമ്മ്യൂണൽ ഹാർമണി ഇത് നല്ലൊരു രീതിയിൽ കൊണ്ടുപോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിന് വെക്കാം, ഒരു മുസ്ലിം, അത് മുമ്പേ നടന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്, ഇപ്പോൾ അടുത്ത് ഞാൻ കക്ഷി രാഷ്ട്രീയമല്ല പറയുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ മറുഭാഗം ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സജി ചെറിയാൻ പറഞ്ഞത്, മിനിസ്റ്ററാണ് അദ്ദേഹം പറഞ്ഞത്,
മലബാറിൽ നിന്ന് ജയിച്ചു വന്ന ആളുകളുടെ പേര് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പക്ഷെ അദ്ദേഹം അത് പിൻവലിച്ചു. പിൻവലിച്ചു. ഒരാളുടെ മനസ്സിലുള്ള ഒരു സാധനം പുറത്തേക്ക് വന്നല്ലോ. ഇത് സജി ചെറിയാന് മാത്രം പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം ഇതിലേക്ക് എടുത്തു പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും അതായത് ഇത് നോർമലൈസ് ചെയ്ത് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. വർഗീയത പറയുന്നത് ഒരു പ്രശ്നമല്ല. അതൊക്കെ മെറിറ്റ് ആണ്. അത് ആവശ്യ സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു സാധനമാണെന്നുള്ളത് രാഷ്ട്രീയക്കാർ പുതുതലമുറനെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ. പക്ഷെ അതിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത്. പച്ചക്ക് അത് പറയാന്നുള്ള ഒരു മറയില്ല. മുമ്പ് എല്ലാ സംഗതിക്കും ഒരു മറയുണ്ട്. ഇതൊന്നും ഇല്ലാന്ന് നമ്മൾ പറയില്ല. ഇതൊക്കെ എല്ലാ കാലത്തും ഇതിൻ്റെതായ രീതിയിൽ ആളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മറയില്ലാതെ ഇത് പറയുന്ന ഒരു അവസ്ഥ വന്നത് ഇപ്പോഴാണ്. അതായത് പണ്ട് വർഗീയത പറയുമ്പോൾ ഒരു തുണി ഇട്ടിട്ട് ഒരു മറച്ചിട്ടുള്ള വർഗീയത പറച്ചിലായിരുന്നെങ്കിൽ ഇന്ന് തുണി പൊക്കി കാണിക്കുന്ന വർഗീയത. ഇത് അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത്. പിന്നെ ഈ വർഗീയത പറയുന്നത് നാളെ മെരിറ്റായി മാറുമോ എന്നൊരു ഈ പോളറൈസേഷന്റെ ഒരു പ്രശ്നം തരാം. ഒരു സംസ്ഥാനത്ത് ഒരു ഡെവലപ്മെന്റും നടക്കില്ല. കാരണം എല്ലാവരും അത് അവർക്ക് വേണ്ടി, ഇത് ഇവർക്ക് വേണ്ടി. പണ്ടുണ്ടായ കൂട്ടായ ശ്രമങ്ങൾ മൊത്തം പരാജയപ്പെടും. ഇനിയിപ്പോ ഒരു ഡിസാസ്റ്റർ വന്നാല്, ഇപ്പൊ വയനാട് ദുരന്തത്തില് വ്യാപകമായി പിന്നെ മുഖ്യമന്ത്രിയുടെയിലേക്കും എല്ലാവരും പണം പിരിച്ചു, അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ഒരു കേരളീയൻ, ഒരു ഇന്ത്യക്ക്, ഒരു മലയാളി എന്നുള്ള ആ ഒരു സാധനം വിഭജിക്കപ്പെടും. എന്നിട്ട് ഇനി പിന്നെ ഒരു ദുരന്തത്തിൽ ക്രിസ്ത്യൻസ് വെട്ടാൽ ക്രിസ്ത്യാനികൾ അവരെ സഹായിക്കും, മുസ്ലിംസിനെ സഹായിക്കും, ഹിന്ദുവിനെ സഹായിക്കും, ആരും ഇല്ലാത്തവൻ അവിടെ കുടുങ്ങും. അതായത് മതത്തിന്റെ പേരിൽ മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്നവരൊക്കെ മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെടുകയാണ്. അവർ പ്രത്യേകം തുരുത്തുകളായി മാറുന്ന അപകടകരമായ ഒരു സാഹചര്യമാണ് വന്നു ചേരുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബുദ്ധൻ ആയിട്ട് ജനിക്കുന്നതാണോ? അല്ല. സാഹചര്യം അങ്ങനെ ആക്കുന്നതാണ്. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ അയാളെ വകതിരിവിൽ നിന്ന് അയാളിൽ അടിയുറച്ച് നിൽക്കുകയോ അതിൽ നിന്ന് മാറുകയോ ചെയ്യും. പിന്നീട് അത് വളരെ റെയറായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ മറ്റത് സ്വന്തം തീരുമാനപ്രകാരം ജനിക്കുന്നതല്ല, ജനിച്ചു പോകുന്നതാണ് ഓരോ സ്ഥലത്ത്. ഇനി അഥവാ ജനിച്ചു പോയി ഒരു നേഴ്സ് വിചാരിച്ചാൽ മാറ്റി ഒന്ന് കിടത്തിയാൽ, ബെഡൊന്ന് മാറ്റി കിടത്തിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾ ഒരു മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ബുദ്ധനോ ഒക്കെ ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ തീരുമാനപ്രകാരമല്ല, അത് അയാളുടെ ക്രെഡിറ്റിൽ വരുന്ന കാര്യവുമല്ല. അതിൻ്റെ പേരിൽ വർഗീയത പറയുന്നവൻ വിഡ്ഢിയാണ്, പരമ വിഡ്ഢിയാണ്. പക്ഷെ അങ്ങനെ വിഡ്ഢിത്തം പറയുന്ന, സമൂഹത്തെ വേർതിരിക്കുന്ന അത്തരത്തിലുള്ള അപകടകരമായ ഇതിന് വോട്ട് കിട്ടിയാൽ അത് കേരളത്തിൽ നൽകുന്ന സൂചന അത്ര ചെറുതല്ല. വർഗീയത പറയുന്നവരെ തോൽപ്പിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും വർഗീയത ഒരു രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഇനി വർഗീയമായിട്ട് സംഘടനകളോ അങ്ങനെ ആരെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ അഡ്വൈസ് ചെയ്തിട്ട് ഈ ഒരു പൊതുസമൂഹത്തിന്റെ ഈ വലിയ ലാൻഡ്സ്കേപ്പിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. അതാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ അവർക്ക് പ്രചോദനം കൊടുത്തിട്ട് അവർ വീണ്ടും അവരെ ശക്തിപ്പെടുത്തുകയല്ല വേണ്ടത്. അതിന് പകരം അവരെ ദുർബലപ്പെടുത്തിയിട്ട് ശക്തിപ്പെട്ട ഈ ചേരിയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. ഓക്കെ, അപ്പോൾ വർഗീയത എന്ന ആ വിഷയം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ അശ്ലീലം എന്ന് പറയുന്നത് ഇന്ന് ആരെക്കുറിച്ച് എന്തും പറയാൻ മടിയില്ലാത്ത, ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മൾ സാധാരണ വിദ്യാഭ്യാസം ഉള്ളവരെന്ന് കരുതുന്ന, അല്ലെങ്കിൽ സംസ്കാരമുള്ള വിദ്യാഭ്യാസം ഉണ്ടായിട്ട് സംസ്കാരമുള്ളവരൊക്കെ ഇപ്പോൾ ഇത്ര ആരോപണങ്ങൾ, എനിക്ക് ഒരു ചേരിയോട് ഏറ്റുമുട്ടാൻ അവർ ലൈംഗികത അല്ല അശ്ലീലം എന്ന് തന്നെ പറയണം. അത് കുറിച്ച് എന്താണ്? അല്ല, അതിൽ പിന്നെ അത് മാത്രമല്ല, അതിൽ പിന്നെ കണ്ണും മൂക്കും ഇല്ല നമ്മൾ പറയില്ല, ആ രീതിയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സച്ചിദാനന്ദ മാഷിന്റെ ഒരു അഭിപ്രായം പറഞ്ഞാലേ സച്ചിദാനന്ദ മാഷ് ആരാണെന്ന് പോലും മനസ്സിലാക്കാനായിട്ട് തെറി വന്നേ. നിങ്ങൾക്ക് അവിടെ വിയോജിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം KNന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ അടിയിൽ ഞാൻ KNന്റെ ഒരു പുസ്തകം വെച്ച് തന്നെ ഞാൻ അതിന്റെ അടിയിൽ മറുപടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നീർന്നു നിൽക്കാൻ കഴിയും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ അതിനോട് വിയോജിക്കാലോ. അതിന് പകരം KNന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യും, അയാൾ അശ്ലീലം പറഞ്ഞാൽ ചെയ്യും. എത്ര വലിയ ആളുകളാണ്, എത്ര പണ്ഡിതനാണ് അവര്. സച്ചിദാമാഷ് ആവട്ടെ, KN ആവട്ടെ, ആരാവട്ടെ, സമൂഹം ആദരിക്കുന്ന എത്ര തലമുറക്കപ്പുറം ഓർത്തിരിക്കുന്ന. ഇനി ഇതിനപ്പുറം പോട്ടെ, മതപണ്ഡിതന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ. ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ മുഖ്യമന്ത്രി ഇത്ര വയസ്സായ സമൂഹത്തിന് ഇത്ര നമ്മളെ മുഖ്യമന്ത്രിയായിട്ട് വയോധികനാണ്, പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, സമൂഹം ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ പോയിട്ട് നമുക്ക് തർക്കിക്കാം, അവിടെ പോയിട്ട് നമ്മളെ വിയോജിപ്പ് നമുക്ക് രേഖപ്പെടുത്താം. അതിനൊരു സീമില്ലേ. ഇനി നമ്മൾ ഈ VKNന്റെയും കുഞ്ചൻ നമ്പ്യാരുടെ ഒക്കെ നാട്ടുകാരായതുകൊണ്ട്
നമ്മൾ സർക്കാസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അത് പറയാം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു അശ്ലീലം പറയുന്നത് ശരിയല്ല. നൗഫൽ ഇപ്പൊ പറഞ്ഞത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ നമ്മൾ കമന്റ് ചെയ്യുമ്പോൾ അതിനടിയിൽ വരുന്ന അതിൽ പോസ്റ്റ് ഇടുമ്പോൾ അതിലേക്ക് വരുന്ന കമന്റുകളിൽ തെറിയാണ്, വെറും തെറി എന്ന് പറഞ്ഞ പോലെ പച്ചയ തെറിയാണ്. അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എന്നെ നിരന്തരം ഞാൻ പോസ്റ്റ് ഇടുമ്പോഴൊക്കെ എൻ്റെ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നായ് എന്ന പദമാണ്. നായ പട്ടി എന്നൊക്കെ വരും. പക്ഷെ അത് കുറച്ചുകൂടി കടന്നു പന്ന നായി എന്നൊക്കെ വരും. അതായത് നായകളിൽ തന്നെ ഏറ്റവും ഓക്കെ. അതിൽ തന്നെ ഈ കമന്റിൽ വരുന്നതിനെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ DM എന്നല്ലേ പറയുന്ന നമ്മുടെ ഈ പേഴ്സണൽ മെസ്സേജിൽ വന്നിട്ട് അവിടെ ഇതിനേക്കാളും നന്നായിട്ട് തെറിയത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ബത്തേൽ വെച്ച് ഒരിക്കൽ കണ്ട് എന്നെ വല്ലാതെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത ഒരു എതിർ രാഷ്ട്രീയ ഞാൻ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയത്തിനപ്പുറം നിൽക്കുന്ന വേറൊരാൾ എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത ഒരാൾ, പിന്നെ അയാളെ നിർബന്ധ സഹിക്കാതെ ഞാനോട് ചായ കുടിച്ച ആ ആൾ എന്നെ ഒരിക്കൽ വന്നിട്ട് പന്ന നായി എന്ന് ഫേസ്ബുക്കിൽ വന്ന് എന്നെ വിളിച്ചു. ഞാൻ ആ കുടിച്ച ചായ അപ്പം തന്നെ ഛർദ്ദിച്ചു പോകുന്ന ഒരവസ്ഥ എനിക്കുണ്ടായി. താങ്കളുടെ അനുഭവങ്ങൾ പറയും. അല്ല, ഇങ്ങനെ ഒരുപാട് അനുഭവം. ഇപ്പൊ എനിക്ക് റീസെന്റ് ആയിട്ടുള്ള അനുഭവം, ഞാൻ ഇപ്പൊ അടുത്ത് കാന്തപുരം സ്ഥാനെ കുറിച്ചിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മളെ പ്രധാനമന്ത്രിനെ കണ്ടതിന് ശേഷമുള്ള. സത്യം പറഞ്ഞാല് തലക്കെട്ട് വെച്ച് മൂല്യന്മാര് പേഴ്സണലായിട്ട് വന്നിട്ട് ചെറിയ പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അവിടെ രേഖപ്പെടുത്താം. ഞാൻ പൊതുവെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രീതി, ഞാൻ മറ്റൊരാളെ മോശമാക്കിയിട്ടൊന്നും ഇടല്ലേ. ഞാൻ എൻ്റെ ആളുകൾ നല്ലതാന്ന് ഞാൻ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ നല്ലതാന്ന് ഞാൻ പറയും. വേറൊരാളെ നമ്മൾ സർക്കാസത്തിലൂടെ ചിലപ്പോൾ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിൻ്റെ സീമ ലംഘിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. പക്ഷെ അതിൻ്റെ താഴെ വന്നിട്ടും അതിന് പേഴ്സണലായിട്ട് വന്നിട്ടും നമ്മളെ മാരകമായിട്ട് ആക്രമിക്കുക, ആളുകൾ വീട്ടിലത്തെ ആൾക്കാരെ പറയുക, പിന്നെ തെറി പറയുക, നമ്മൾ കേൾക്കാതെ. പ്രത്യേകിച്ച് ഞങ്ങളെ മലബാറിലുള്ള തെറി നിങ്ങളും കേട്ടിട്ടില്ല. പിന്നെ വ്യത്യാസം നമുക്ക് ഏതാണെന്ന് തിരിച്ചറിയില്ല. അപ്പൊ ചിലത് അതാ ഞങ്ങളോട് ചോദിക്കുന്നത്, തെറിയാണോ ആണോ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പിന്നെ സിറ്റുവേഷനൊക്കെ. അപ്പം നമുക്ക് സമ്മതിച്ചൂടെ, മാന്യമായിട്ട് സമ്മതിച്ചൂടെ, ഒരു പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നമ്മള് പ്രവാസിയായിരുന്നു, ഇവിടുത്തെ സജീവ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. നമ്മളെ ജയചന്ദ്രൻ തരും നന്നായി വായിക്കും. ഞാൻ പുള്ളിയുടെ എല്ലാ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ടും തർക്കിക്കണമെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, മൂപ്പര് പറയുന്നതിനോട് വിയോജിക്കാം. രണ്ടാമത്തെ മൂപ്പര് അതിന് മാന്യമായി മറുപടി പറയും. ആ മറുപടിയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയും ചെയ്യും. ഇത് രണ്ടുമാണ് അവിടെ എൻ്റെ പർപ്പസ്. അല്ലാതെ പുള്ളി പിന്നെ തെണ്ടി പട്ടി എന്ന് പുള്ളി വിളിക്കൂല. പുള്ളി അതിനെ എന്നെ പരമാവധി എക്സ്ട്രീമായിട്ട് എന്നെ ചിലപ്പോൾ പരിഹസിക്കാറുണ്ട്, ചിലപ്പോൾ സർക്കാസിക്ക് നടത്തും. അതൊക്കെ പക്ഷെ മൂപ്പര് ഒരുപാട് വായിച്ച ആളാണ്, ഒരുപാട് കണ്ടന്റ് ഉള്ള ആളാണ്. അപ്പം അതിന് ആ കണ്ടന്റ് അനുസരിച്ചുള്ള മറുപടി കിട്ടും. ഇത് നമുക്ക് വേറൊരിടത്ത് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെയാണ് നമ്മളതിന് പോസിറ്റീവായിട്ട് കാണുന്നത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഭാഗം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആളുകൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു 3 വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ചർച്ച ചെയ്തത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വർഗീയത. 2, ഈ ലൈംഗിക ആരോപണം, അതിനപ്പുറം കടന്ന് അശ്ലീലമായി മാറുന്ന അവസ്ഥ. 3, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പ്രതികരിക്കുമ്പോൾ നമുക്ക് വരുന്ന ചീത്ത കമൻറ്റുകൾ, മോശം കമൻറ്റുകൾ. അതിനൊപ്പം നമ്മൾ കമൻറ്റോളി എന്നൊക്കെ പറയും. ആ പ്രയോഗം അതുപോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഈ 3 പ്രവണതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് പിന്നെ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിൻ്റെതായ സൗന്ദര്യമുണ്ട്, ശക്തിയുണ്ട്. ആ ഉത്സവം ബാക്കി വെക്കുന്നൊരു ഫലശ്രുതിയുണ്ട്. അതായത് രാഷ്ട്രം ആര് ഭരിക്കണം, നമ്മളെ ആര് ഭരിക്കണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ആ ഒരു ഫലശ്രുതി. ആ ഫലശ്രുതി എന്ന് പറയുന്നത് ശരിയായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന ഒരു ആശംസ, ഒരു ആഗ്രഹവുമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. അതെ, ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ആളുകൾ ഇടപെടുക എന്നുള്ളതാണ്. ആളുകൾ അതിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിൽ ജനാധിപത്യം സ്വാഭാവികമായിട്ടും നിർജീവമായി പോകും. അങ്ങനെയാണ് ജനാധിപത്യം പിന്നെ കുറച്ച് ആളുകളുടെ കയ്യിലേക്കായിട്ട് ഒതുങ്ങുക. ആളുകൾ സജീവമായിട്ട് ഇടപെടുമ്പോൾ അത് ജൻസി ആയാലും പുതിയതായാലും പഴയതായാലും അരാഷ്ട്രീയവാദികളാവാതെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടുക. അല്ലെങ്കിൽ രാഷ്ട്രീയം എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മളെ കുട്ടികളുടെ പഠനത്തിൽ, വീടിൽ, അതുപോലെ തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും, ആരോഗ്യരംഗത്ത്, എല്ലാ രംഗത്തും രാഷ്ട്രീയം ഇടപെടും. കാരണം നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവർ നിയമസഭയിലെത്തിയിട്ട് അവർ നിയമം നിർമ്മിച്ചിട്ട് ആ നിയമമാണ് നമ്മളിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ പറമ്പ് രജിസ്റ്റർ ചെയ്യുന്നിടത്തും നമ്മൾ വീട് നമ്പർ കിട്ടുന്നിടത്തും എല്ലാ ഈച്ച് ആൻഡ് എവരി പോയിന്റിൽ അതുണ്ടാവും.
അപ്പം നമ്മളത് ജനാധിപത്യത്തിൽ സജീവമായിട്ട് ഇടപെട്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പൗരന് ഒരു രാജ്യത്ത് നിർവഹിക്കേണ്ട അവൻ്റെ പ്രധാന കടമ. ആ കടമ നിർവഹിക്കാതെ പിന്നെ ഇവിടെ ജനാധിപത്യം ഇല്ല എന്ന് നമ്മൾ തർക്കിച്ചിട്ടോ വാദിച്ചിട്ടോ കാര്യമില്ല. കടമ നിർവഹിക്കണമെന്ന് മാത്രമാണ് അവകാശമുള്ളതെന്ന് ഗാന്ധി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടമ നിർവഹിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ് ഇതിൽ എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നോക്കൂ, ഞാൻ നൗഫലും ഞങ്ങളുടെ ആശയഗതികൾ, രാഷ്ട്രീയ ആശയഗതികൾ, എന്നിട്ട് സാമൂഹിക വിഷയങ്ങളിൽ പോലുമുള്ള ആശയഗതികളൊക്കെ വിരുദ്ധ ധ്രുവങ്ങളുള്ളതാണ്. പക്ഷേ നമുക്ക് യോജിക്കാവുന്ന മേഖലയുണ്ട്. അതെന്താ അറിയോ? നമ്മൾ മനുഷ്യരാണ്. നമുക്ക് മനുഷ്യൻ എന്നൊരു വികാരമുണ്ട്. ഇവിടെ നമുക്ക് പങ്കുവെക്കാവുന്ന ഒരേ ഒരു വികാരം എന്നുള്ളത് ഏതൊന്നും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകണം എന്നുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലെ നന്മയുള്ള വിഷയങ്ങളുമായിട്ട് അല്ലെങ്കിൽ രസകരമായ വിഷയങ്ങളായിട്ടൊക്കെ വീണ്ടും നമുക്ക് നിങ്ങളുടെ അടുത്തേക്ക് ചർച്ചയുമായി വരാം. ഇതിന് കൂടെ ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത്, ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസങ്ങളും നടക്കുന്ന ആളുകളാണ്. രാത്രി ഒരു 9 മണിക്ക് ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത് നടക്കും. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംവാദങ്ങൾ ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട്. ഭയങ്കര ശബ്ദത്തിലൊക്കെ മാർക്കറ്റിൻ്റെ കൂടി സംസാരിച്ച് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ എത്തുമ്പോൾ ഒരുപക്ഷെ സ്വരാജിനെ എതിർക്കുമ്പോൾ പുള്ളിയും പിന്നെ വിഷ്ണുനാഥിനെ എതിർക്കുമ്പോൾ ഞാനും ഷാഫിനെ എതിർക്കുമ്പോൾ ഞാനൊക്കെ ഞങ്ങൾ ഭയങ്കര ലൗഡിൽ സംസാരിച്ച് സൗദികളൊക്കെ ഞങ്ങളോട് പറയാം അല്ലേ ഷിയാനി അല്ലേ അല്ലി എന്നൊക്കെ പറയല്ലോ. അപ്പോൾ അവർ ഭയങ്കര ഞങ്ങൾ ഭയങ്കര പ്രശ്നത്തിലാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞങ്ങൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലേക്ക് കയറുന്നത് വരെ അതുള്ളൂ. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സാധാരണ ആൾക്കാരായി. പിന്നെ ഞങ്ങൾക്ക് അവിടെ രാഷ്ട്രീയവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് 10-13 വർഷമായിട്ട് ഞങ്ങളെ സൗഹൃദം നല്ല രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇയാൾ പക്ക സഖാവാണ്, ഞാൻ പക്ക കോൺഗ്രസ്സുകാരനുമാണ്. അതിലൊന്നും ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാനൊരു കടുത്ത സുന്നി ആശയക്കാരനാണ്. മൂപ്പര് ഏതാണെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. എന്നിട്ടൊന്നും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. വളരെ സുഖമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്താന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അവിടെ ഒരു കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. ഈ ഇപ്പോൾ നൗഫൽ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസം അതിൻ്റെ ഉച്ച സ്ഥായിലെത്തും. പക്ഷേ അവിടെ ഒരു ഫൂലോ തമീസോ ഒക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ അത് വീണ്ടും ആ മനുഷ്യൻ എന്ന അടിസ്ഥാന വികാരത്തിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, നമസ്കാരം. താങ്ക് യു.